അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. വർക്കുള്ളൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ രാവിലെ ഡ്യൂട്ടി ടൈം വരുന്നത് 9 മണിക്കാണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ എത്തണം. ഞാൻ ഇക്കറ ഹോസ്പിറ്റലിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 9 മണിയായപ്പോൾ ഓടി കയറുകയാണ്. ഞാനാണ് കൂട്ടത്തിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് എത്തിയത്. ഇതാ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നു തുടങ്ങി. വർക്കിന് കയറാനായോ? വ്ളോഗാണ്. നമ്മൾ അടുത്ത പരിപാടി ലീവ് ലെറ്റർ എഴുതൽ. ചിലർക്ക് എപ്പോഴും ലീവാണ്. ലീവ് ലെറ്റർ എഴുതില്ലെങ്കിൽ വർക്കിന് കയറാൻ പറ്റത്തില്ല. എന്ന് ലീവ് അവള് നേരം വെളുത്ത് നേരത്തെ വന്നിട്ട് ലീവ് ലെറ്റർ എഴുതണം. എഴുതിയില്ല വെയ്യ മറന്നു പോയ നമ്മുടെ ഒരാള് ലീവ് എടുക്കും. എന്നിട്ട് ലീവ് ലെറ്റർ എഴുതി കൊടുത്തിരിക്കും. മെഹാജബിന് ലീവായിരുന്നു കാരണം ഇവിടെ മെഹാജബിന് MC. എന്നിട്ട് ഉമ്മാൻ്റെ പോളിടും ഇങ്ങോട്ട് സേറ് പിടിക്കും. അവളമ്മാൻ്റെ ഒപ്പം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ പോളിടും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മാരെ കാലിൽ എന്താണ് ഗൈസ് നേരം വെക്കി വരുന്നത് പണിക്ക് നേരത്തിനും കാലത്തിനും വരൂല. നിന്നിട്ട് എന്റെ കാലെന്തായോ മന്തി കിട്ടി ഗൈസ്. മയോണൈസ് ഉണ്ടോ? ഓ കാണൂലല്ലേ. മയോണൈസ് ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ടല്ലോ. മയോണൈസ് എല്ലാം ഉണ്ട് ഗൈസ്. ഇവളെ അയൽവാസി മന്തി തന്നു ഗൈസ് ഫ്രീ ആയിട്ട്. അപ്പം ഇന്ന് ഉച്ചക്കൊക്കെ നമുക്ക് എന്താണ് മന്തി. ഇവള് പൊതിച്ചോറും കൊണ്ടു നിൽക്കണേ. അപ്പം അത് നമുക്ക് കഴിക്കണം. പക്ഷെ ഇപ്പം സമയം 10 മണി ആയിട്ടുള്ളൂ. ഒരു 1 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കല്ലേ. 1 മണിയാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും. കസിൻ്റെ എടീന്ന് ഉച്ചക്ക് എന്താ അറിയോ? മന്തി ഉണ്ടോ? ഉണ്ട്. ഞാൻ തടിച്ച് ഞാൻ ഇന്നലെ മന്തിയായിരുന്നു. ഇവിടെ ചേട്ടന് കൊണ്ടുവന്നു മന്തി അടിച്ച് കുടിക്കും ഗൈസ്. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് ഒരു പണിയില്ലാതെ വെറുതെ അങ്ങനെ ഇരിക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. പണിയുണ്ട്. നമുക്ക് ഓരോ ദിവസമാണ് ഓരോ പണി വരുന്നത്. അപ്പം ഇന്നത്തെ പണി നമ്മൾ ഏകദേശം തീർത്തിട്ടുണ്ട്. അപ്പം ഇവളെ വർക്ക് മാത്രം പെൻഡിങ്ങിലുണ്ട്. സോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സബ്മിറ്റ് ചെയ്യലാണ് ഇന്നത്തെ പണി. അപ്പം അത് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴും കൂടെ അത് സബ്മിറ്റ് ചെയ്യണം. സോ വർക്ക് ഇൻ പ്രോസസ്സിലാണ്. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. പണിയില്ലാന്ന് വിചാരിക്കരുത്, പണിയുണ്ട്. പണി കാണാതെ ഒരാളിവിടെ ചോറ് ചമ്മന്തി മുട്ട. ഒരു ബ്ലോഗ് ഇവനാണ് എന്നെ ഏറ്റവും ഡിമോട്ടിവേറ്റ്. അങ്ങനല്ല കേട്ടോ, മോട്ടിവേറ്റും ഉണ്ട്, ഡിമോട്ടിവേറ്റ് ഇടയ്ക്കൊരു ഡിമോട്ടിവേറ്റ്. അപ്പം നമ്മൾ ചോറിലേക്ക് വരാം. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും ചെയ്യൂലേ. ഈ മന്തിൻ്റെ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ശരിയാ. അതാണോ ഇടയ്ക്കിടയ്ക്ക് ഇത് തിന്നത് ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയും വർക്കുണ്ട് ഇല്ലേടി? അതെ, ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ സ്റ്റെപ്പിന് പകരം വെറുതെ ലിഫ്റ്റിൽ കയറും. എത്തി. എത്ര പെട്ടെന്ന് കൂടെ ചെയ്യാനുണ്ട്. ക്ഷീണിച്ചു. അതെ, പക്ഷെ ഫിസിക്കലി ഉള്ള വർക്കല്ല, ഫുൾ കമ്പ്യൂട്ടറിലാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാം. വർക്ക് ഫോണിലാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
അപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. വർക്കൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് എടുക്കുന്ന കാര്യം തന്നെ ഞാൻ മറന്നുപോയി. റെഡി? അതെ, ഞാനാണ് ഓർമ്മിച്ചെടുത്തത്. കാരണം എന്താ വെച്ചാൽ വ്ളോഗ് ഇങ്ങനെ എന്നും എടുക്കാത്തത് കൊണ്ട് ഓർമ്മയില്ല, മറന്നു പോവാം. സോ ഇന്നിപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഉദ്ദേശിച്ചത്. ഇത് എന്തായതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര വരെ പോകാൻ നോക്കണ്ടേ രാത്രി? ആ പിന്നെന്താ പറയുക, അപ്പം ഇനി ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്റ്റലിലോട്ടൊരു 15 മിനിറ്റ് 15-20 മിനിറ്റ് നടക്കാനുണ്ട്. 15 മിനിറ്റ് നടക്കാണ്, കുറേ ഉള്ളോട്ട്. അപ്പം ഇനി നടക്കുക, പോവാം, എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പം ഇങ്ങനെ നടന്ന് പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ വ്ളോഗിൽ അധികവും ഫുഡ് കഴിക്കണതും ചായ കുടിക്കണതും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ കമൻസ് വരലുണ്ട്, എന്താ തിന്നാനും വേണ്ടിയിട്ടാണോ ഹോസ്പിറ്റലിൽ പോണത്, വർക്ക് ചെയ്യണമൊന്നും കാണിക്കണില്ലല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമ്മളെ വർക്ക് അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റൂല, അതാണ് സംഭവം. അവർക്ക് ഫോണ് അലൗഡ് അല്ല. യെസ്. പിന്നെ എന്ന് പറഞ്ഞാൽ വർക്ക് അധികം വരുന്നത് ലാപ്പിൽ ചെയ്യാൻ, അങ്ങനെ റിപ്പോർട്ടായിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ 2-3 ഷോർട്സ് കാണിച്ചു തരാനേ പറ്റുള്ളൂ. പിന്നെ കുറേ കാണിച്ചു തരാൻ മാത്രം ഇല്ല, അതാണ് സംഭവം. പിന്നെന്താ പറയുക, എന്തിലാണ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്ര ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതായത് ഇൻറ്റേൺഷിപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതെ, അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ നമ്മൾ രണ്ടും ചോക്കി വാങ്ങി പോകും. ചോക്കി മേടിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് ചെറിയ ചോക്കി നമ്മൾ വിളിക്ക് കൊടുക്കാം അല്ലേ, ചെറുതിന്ന്. അപ്പം അങ്ങനെ അപ്പോൾ ഇതൊക്കെ തിന്നിട്ട് നേരെ നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകും. നടക്കുന്നു, കുറേ നടക്കാനുണ്ട്. മടി 20-25 നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ മടിയാകുന്നു നടക്കാൻ. വീട്ടിൽ നിന്നാണ് വന്നത് ഗൈസ്. അപ്പം ഹോസ്റ്റലിൽ പോകാനൊരു മൂഡില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെ, വെള്ളം നമ്മൾ ബാഹുബലി ബോട്ടിൽ മേടിച്ച്, കാരണം എന്താ വെച്ചാൽ ഹോസ്റ്റലിലത്തെ വെള്ളം നമുക്കൊരു തൃപ്തികരമല്ല. സോ നമ്മൾ ബോട്ടിൽ ഇടയ്ക്ക് മേടിക്കും, ഇടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകും. ഇന്ന് നമ്മൾ ബോട്ടിൽ എടുക്കാൻ മറന്നുപോയി നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട്. സോ ഒരു ബോട്ടിൽ മേടിച്ചു. അതെ, പിന്നെ വർത്തമാനത്തിലൊന്നും ഒരു ഉഷാറില്ല, ജോലി കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ. ഇവിടെ അടിയിൽ ഫാമിലി ഉണ്ട് കേട്ടോ, ഫാമിലി ഉണ്ട്. നമ്മളിങ്ങനെ കയറും. കുറച്ച് കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ വന്നപ്പോൾ പക്ഷേ നമ്മൾ നെട്ടിയത് ഇത് കൊണ്ടൊന്നുമല്ല. ഇന്ന വ്യക്തി ഇത് ഫുള്ള് മടക്കി വെച്ച് എന്ത് പറ്റി? സ്നേഹമുള്ള ഫ്രണ്ടാണ് ഗൈസ്, സ്നേഹമുള്ള ഫ്രണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നോക്കിക്കോളിട്ടോ, ഈ 2 ദിവസം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ ചോദിക്കാം അല്ലേടി. ഹായ് പറയും. ഇത് വേണ്ടേ? ഇത് വേണോ? ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് വരണോ? മുട്ടായി ആയിക്കോ. ഞങ്ങൾ അങ്ങക്ക് മുട്ടായി ഇവിടെ മുട്ടായി പോവാങ്ങള്. അപ്പത്തേനും എന്തിനാ പോണത്? അവന്റെ പേരെന്താ പറയ്, പേര് പറയടാ. പല്ലില്ലാത്ത മാമ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് പൊന്നൂസ്, ഇത് മോനൂസ്. അടയ്ക്ക് മോനൂസാണ് ഏറ്റവും കുറവന്. പൊന്നൂസാണ് ജഗജാല ബില്ലാള് വീരനല്ലടാ. അല്ലടാ ആണ്. സമ്മതിച്ച്. സ്കൂളിൽ പോകാൻ മടി. ഇതാ എനിക്ക് സ്കൂളിൽ പോകാൻ മടി. ഇല്ല ഇങ്ങനെ ഫോൺ കളിക്കുന്ന ഇതിന്റെ ഉള്ളിക്കാണോ കേറണ്ടേ? ഇതിന്റെ ഉള്ളിൽ ഇത് അവിടെ ഒന്നുണ്ട്. എനിക്ക് മനസ്സിലാവണേ, ഞാൻ ഇതിന്റെ കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണോ? ഞാൻ കളിച്ചു ഇതാര് മേടിച്ചെന്ന്?
കുറച്ച് നേരം നമ്മൾ എന്ത് കണ്ടു? ഇങ്ങോട്ട് വരുന്നുണ്ടോ? ടി വി കണ്ടു. ഏതാ ഫിലിം? എന്താണ് ഒരു പേര്? എന്തൊരു പേര്? ഇതിന്റെ പേരെന്താ സജിന? ഈ മൂവിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവരുടെ അടിയിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ഫാമിലിയാണെന്ന്. അവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. കണ്ടില്ലേ ബാ, ഇന്ന് കറിയുണ്ട്, കടുമാങ്ങന്റെ ചെമ്മീൻ കറി, ചോറ്, കേബേജ്, കടുമാങ്ങ എന്തോ, പിന്നെ അച്ചാർ. നമ്മൾ ഫുഡ് കഴിച്ച് കാണാം. അതെ, ഞാൻ തിന്നില്ലെങ്കിൽ ഇവരൊക്കെ തിന്നു തീർക്കും. അപ്പം അല്ലട്ടോ ഒലക്കാണ്. ആരാ പറയണ്? ഇവരിതാ വാതിൽ പൂട്ടി പോയി. വാലിട്ട വന്നാ ചാറ്റുണ്ടാ എന്തിനാ ഞങ്ങളങ്ങനെ വിട്ടപ്പോ? ഹോസ്റ്റൽ പൂട്ടി.